Vascular embolization and occlusion, code range 372412 37244. ഈ ഒരു പ്രൊസീജിയർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറച്ച് കൂടുതലുള്ളതാണ്. കുറച്ച് കോഡ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ എളുപ്പമാണ്. കാരണം ഇതിൽ മിക്കവാറും നമ്മളിപ്പം ഈ ഒരു ആർട്ടറീസ് ആൻഡ് വെയിൻസ് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേട്ട ഒരു കണ്ടീഷനാണ് അനൂറിസം. അപ്പോൾ അനൂറിസത്തിന് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് ഈ വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം അനൂറിസമാണ് നമ്മൾ മിക്കവാറും ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ മീൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഏത് പ്രൊസീജിയറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, അതായത് അനൂറിസം ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാസ്കുലാർ ഇഞ്ചക്ഷൻ പ്രൊസീജിയേഴ്സ്. അതും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇത് രണ്ടും കൂടെ മിക്സായി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിക്കും എളുപ്പം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം എന്താണ് വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയർ കൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ ആർ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ദാറ്റ് block or close specific vessels to stop bleeding, to treat abnormal growth or reduce blood flow to a targeted area using agents like coils, glue or particles. അതായത് ഇത് പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇതൊരു മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറാണ്. അതായത് ഇൻവേസീവ് നോൺ ഇൻവേസീവ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പല സ്ഥലത്തും പറയുന്നതാണ് ഇൻവേസീവ് നോൺ ഇൻവേസീവ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പെസിഫിക് ആർട്ടറിയോ അല്ലെങ്കിൽ ഒരു വെയിനോ ബ്ലോക്ക് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് കോയിൽസ്, ഗ്ലൂ ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഗ്ലൂ പറയുമ്പോൾ നിങ്ങൾക്കറിയാം പശ പോലത്തെ സാധനമുണ്ട്. അതുപോലെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ കോയിൽസ് യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അനൂറിസം വന്നിരിക്കുന്ന ആ പോർഷൻസിൽ കുറേ കോയിൽ പോലെ കുറേ സാധനം വെച്ചിരിക്കും. അതായത് അത് ഡ്രഗ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ അത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും. ഫർദർ എന്തായാലും അത് ബൾജായി പോകത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഏജൻ്റാണ് കോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ എന്നായിരിക്കും നമുക്ക് ചിലപ്പം ഒരു സിനാരിയോ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കോയിൽ എംബോളൈസേഷൻ എന്ന് പറയുമ്പം ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ നിന്നാണ് കോഡ് എടുത്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വെയിൻസും അല്ലെങ്കിൽ ആർട്ടറിയോ വെയിനോ അത് ക്ലോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ട്യൂമർ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടെ നമ്മൾ ഒരു കണ്ടീഷനാണ് ട്രീറ്റ് അബ്നോർമൽ ഗ്രോത്ത് എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ട്യൂമർ ആണെന്ന് വിചാരിക്കുക. ആ ട്യൂമർ നമുക്ക് നശിപ്പിച്ച് കളയാൻ നമുക്ക് സർജറി പോസിബിൾ അല്ല. അതായത് ട്യൂമർ റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെയുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയർ. ഈ ട്യൂമറിന് സപ്ലൈ ചെയ്യുന്ന മെയിനായിട്ടുള്ള ബ്ലഡ് വെസൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അടച്ചു വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ട്യൂമറിലോട്ട് എന്ത് പോകത്തില്ല? അഡിക്യൂറ്റഡ് ബ്ലഡ് സപ്ലൈ കിട്ടത്തില്ല. സ്വാഭാവികമായിട്ടും ആ ട്യൂമർ നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ്. കാരണം നമുക്ക് കോഡ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ട്യൂമർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഓരോ പ്രൊസീജിയർ പഠിക്കുമ്പോൾ എന്തിനാണെന്നും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് ചെയ്യാനുള്ള ഒരു എളുപ്പം നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ്, ദ ഗോൾ ഓഫ് ദ പ്രൊസീജിയർ ഇസ് ടു സ്റ്റോപ്പ് ബ്ലഡ് ഫ്ലോ ടു എ സ്പെസിഫിക് വെസൽ ടു കൺട്രോൾ ബ്ലീഡിംഗ്, shrink abnormal tissue or prevent rupture of diseased vessel. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്തിനെ ശ്രിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുക, ഓർ പ്രിവെൻറ്റ് ടു റപ്ചർ ഓഫ് എ ഡിസീസ്ഡ് വെസൽ. അതായത് ഒരു ഡിസീസ് ആയിട്ടുള്ള വെസൽ റപ്ചർ ആവാതിരിക്കാനും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് വാസ്കുലാർ എംബോളൈസേഷൻ ഒക്ലൂഷൻ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ സോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ പഠിക്കാം. ഒരു കോഡർ എന്ന നിലയിൽ ഇതെന്ത് പ്രൊസീജിയറാണ്, ഇത് എവിടെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമുക്കൊരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു ടോപ്പിക്കിന് അണ്ടർ ചെയ്യുന്ന കോഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കോഡ് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. 37241, 242, 243, 244 ആകെ 4 കോഡേ ഉള്ളൂ. അപ്പോൾ 4 കോഡിൻ്റെയും പ്രത്യേകതകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ സ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് കോഡ് ബുക്ക് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് നിങ്ങളിത് കേട്ടിട്ട് കാര്യമില്ല. ശരിക്കും നിങ്ങൾ CPT കോഡ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൽ ഇന്ന കാര്യങ്ങളാണെന്നുള്ള കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോഡുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. 37241 വീനസിനാണ്, 37242 ആർട്ടീരിയൽ, 37243 ട്യൂമർ, 37244 ആർട്ടീരിയൽ ഓർ വീനസ്.
ഓർ ലിംഫാറ്റിക് എക്സ്ട്രാവസേഷൻ. അതായത് നമുക്ക് 37244 മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആർട്ടറി ആണോ വെയിൻ ആണോ അല്ലെങ്കിൽ ലിംഫാറ്റിക് എക്സ്ട്രാവസേഷൻ ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം 37244. അതായത് ക്വസ്റ്റ്യനിൽ ആർട്ടീരിയൽ ആണോ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിൻ ആണോ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിംഫ ആണോ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന കോഡാണ് 37244. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതായത് നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒന്ന് നോക്കാം. ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഡ് ബുക്കിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, അതായത് എങ്ങനെയൊക്കെ നമുക്ക് കോഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഗൈഡ് ലൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇതുപോലെ നിങ്ങളുടെ കോഡ് ബുക്കിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേത് ഗൈഡ് ലൈൻ ആണ് അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് കോഡ് ചെയ്യുക. നമ്മുടെ CPT കോഡ് ബുക്കിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ പോലെ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇരുന്നൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗൈഡ് ലൈനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ജസ്റ്റ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കോഡ് ബുക്കിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കോഡ് ബുക്കിൽ വരച്ചിടുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത് കോഡ്സ് 37241 to 37244 ഡിസ്ക്രൈബ്സ് വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയേഴ്സ് excluding those for the CNS, head and neck, that is 61624, 626, 710, 75894 and venous insufficiency or telangiectasia 36468, 36470, 36471. And embolization may involve arteries, veins or lymphatics. These codes include radiological supervision, guidance and imaging, but not diagnostic angiography or catheter placement, which may be reported separately with codes and modifier, that is example modifier 59. Refer to the vascular procedure section for diagnostic angiography reporting guidelines. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ കോഡ് പഠിക്കുന്നത്, അതായത് ഈ ഒരു സെക്ഷൻ 37241 to 37244 ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ക്ലൂഡിങ് അതായത് CNS ഹെഡ് ആൻഡ് നെക്കിൽ 61642, 626, 710, ദെൻ റേഡിയോളജിക്കൽ പ്രൊസീജിയർ 75894. ഈ 4 പ്രൊസീജിയർ നിങ്ങൾ കോഡ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ കോഡുകൾ, അതായത് 37241 37244 എവിടെ യൂസ് ചെയ്യത്തില്ല, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഹെഡ് ആൻഡ് നെക്കിലാണ് ഈ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ CNSന് സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്, സെപ്പറേറ്റ് കോഡ്സാണ് അതിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് വീനസ് ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ടെലാൻജിയെക്ടസിക്ക് ഈ കണ്ടീഷൻ അല്ലെങ്കിൽ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വാസ്കുലാർ ഇഞ്ചക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നൊരു സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സെലക്റ്റീവ് കത്തീഡ്രൈസേഷൻ കത്തീഡർ ഇവിടെ ഇരുന്ന് അവിടെ പോയി ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കോഡ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിലൊരു പോയിന്റ്. പിന്നെ ഞാൻ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എംബോളൈസേഷൻ ഇൻവോൾവ് ആർട്ടറീസ്, വെയിൻസ് ഓർ ലിംഫാറ്റിക്. അതായത് ഈ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് ആർട്ടറിയിൽ ചെയ്യും, വെയിനിൽ ചെയ്യും, ലിംഫാറ്റിക്സിലും ചെയ്യും. അപ്പോൾ ഈ ലിംഫാറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ദയവ് ചെയ്ത് അത് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റം പോലെ നമ്മുടെ ബോഡിയിലൊരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം എന്താണ്, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർഗൻസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാരണം ഇനി ജസ്റ്റ് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്, ഒരു ചെറിയൊരു പോർഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യും, എന്നാലും നിങ്ങളിപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം ഈ ഒരു കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ലിംഫാറ്റിക്സിനും ആർട്ടറീസിനും വെയിൻസിനുമാണ് 37241 to 37244 നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് കോഡ് ഇൻക്ലൂഡ് റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ, ഗൈഡൻസ് ആൻഡ് ഇമേജിംഗ്. അതായത് ഈ 37241 37244 വരെയുള്ള കോഡ്സിൽ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ഇൻ്റർപ്രിട്ടേഷൻ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട. പക്ഷേ നോട്ട് ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രാഫി ഓർ കത്തീഡ്രൽ പ്ലേസ്മെൻറ്റ്. കത്തീഡ്രൽ പ്ലേസ്മെൻറ്റോ, അതായത് സെലക്റ്റീവ് കത്തീഡ്രൈസേഷൻ, നോൺ സെലക്റ്റീവ് കത്തീഡ്രൈസേഷനോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രാഫിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യണം വിത്ത് മോഡിഫയർ 59.
അതായത് നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയോ അല്ലെങ്കിൽ കത്തീഡ്രൽ പ്ലേസ്മെൻറ്റോ ചെയ്താൽ, അതായത് കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയറിൻ്റെ കൂടെ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയോ അല്ലെങ്കിൽ കത്തീഡ്രൽ പ്ലേസ്മെൻറ്റിൻ്റെ കോഡിൻ്റെ കൂടെയോ നമ്മൾ മോഡിഫയർ 59 ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, വാസ്കുലാർ പ്രൊസീജിയർ സെക്ഷനുള്ള ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നോക്കി അത് പഠിക്കുക. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ഈ ഒരു ഗൈഡ് ലൈനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 37241 to 37244 വരെയാണ് എന്താണ് വാസ്കുലാർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയർ പറയുന്നത്. അത് ആർട്ടറിയിൽ ചെയ്യും, വെയിൻസിൽ ചെയ്യും, ലിംഫാറ്റിക്സിൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോ ഹെഡ് ആൻഡ് നെക്കിലോ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് കോഡ് ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വീനസ് ഇൻസഫിഷ്യൻസിക്കോ അല്ലെങ്കിൽ ടെലാഞ്ചിയെക്ടസിയ എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് കൊടുക്കേണ്ടത് നമ്മൾ വാസ്കുലാർ ഇഞ്ചക്ഷൻ പ്രൊസീജിയറിൻ്റെ അകത്തു നിന്നാണ് കോഡ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ഇൻ്റർപ്രിട്ടേഷനിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് MRI, CT അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി എന്തെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് കൊടുക്കേണ്ടത്. പക്ഷേ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയോ കത്തീഡ്രൽ പ്ലേസ്മെൻറ്റിൻ്റെ ഈ പ്രൊസീജിയറിൻ്റെ കൂടെ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയോ അല്ലെങ്കിൽ കത്തീഡ്രൽ പ്ലേസ്മെൻറ്റോ ചെയ്താൽ ആ കോഡിൻ്റെ കൂടെ നമ്മൾ മോഡിഫയർ 59 കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, 37241 37244 കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഗൈഡ് ലൈനിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A patient is undergoing an embolization procedure for gastrointestinal bleed. During the procedure, diagnostic angiography is performed prior to embolization to assess the vascular anatomy. The embolization is then completed to stop bleeding. What CPT code should be reported for this procedure? അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പേഷ്യൻറ്റിന് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡാണ്. അപ്പോൾ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രാഫി പെർഫോം ചെയ്തു. എന്തിനാണെന്ന് പറയുന്നുണ്ട്, ടു അസസ് ദ വാസ്കുലാർ അനാട്ടമി. ദ എംബോളൈസേഷൻ ദെൻ കംപ്ലീറ്റഡ് സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. അതായത് എംബോളൈസേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ കോഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് ഇതൊരു എംബോളൈസേഷൻ പ്രൊസീജിയറാണ്, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. എവിടെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡാണ്. അപ്പോൾ ആ ഭാഗത്തായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് അല്ലെങ്കിൽ നമുക്ക് മറ്റേ ടെലാഞ്ചിയെക്ടസിയ അങ്ങനെ ആ ഒരു ഏരിയ ഒന്നും അല്ല പറയുന്നത്, ജസ്റ്റ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന്, അതായത് നമ്മൾ ഈ പറയുന്ന ഈ ടോപ്പിക്കിന് അണ്ടർ ചെയ്യുന്ന കോഡ് നമുക്ക് അസൈൻ ചെയ്യാം. ഇനി ഇതിൽ എന്താണ് ഒരു എക്സ്ട്രാ പ്രൊസീജിയർ പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫി ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയാണ്, അല്ലാണ്ട് മറ്റേ MRI, CT അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയുടെ കോഡ് നമുക്ക് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം വിത്ത് മോഡിഫയർ 59. ഗൈഡ് ലൈനിൽ പറയുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അസൈൻ ചെയ്യുന്നത്. ഇനി അടുത്തൊരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞായിരുന്നു വാസ്കുലാർ എംബോളൈസേഷൻ പ്രൊസീജിയർ കിട്ടിക്കഴിഞ്ഞാൽ സൈറ്റ് എവിടെയാണ് നോക്കാൻ പറഞ്ഞിരുന്നു. അതായത് ഹെഡ് ആൻഡ് നെക്കിലാണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറെ ടെലാഞ്ചിയെക്ടസിയ അങ്ങനത്തെ സ്ഥലങ്ങളാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് കോഡ് അസൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് അങ്ങനെയാണെങ്കിൽ ഇത് ആർട്ടറി ആണോ, വെയിൻ ആണോ, ലിംഫാറ്റിക്കലാണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്നും പറയുന്നില്ല. അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എവിടെ നിന്ന് കോഡ് ചെയ്യണമെന്നൊരു കാര്യം കൂടെ ഞാൻ കോഡ് റിവ്യൂ ചെയ്യാൻ നേരം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഇതിൻ്റെ റാഷണൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോർ ദിസ് പ്രൊസീജിയർ 37244 ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദ വാസ്കുലാർ എംബോളൈസേഷൻ ഫോർ ദ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡ്. അഡീഷണലി ദ ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫി പെർഫോംഡ് പ്രയർ ടു ദ എംബോളൈസേഷൻ ഷുഡ് ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫി കോഡ് സച്ച് ആസ് 75600. If needed, modifier 59 can be used to indicate that the diagnostic angiography is a distinct service from the embolization. അതായത് നമ്മൾ ഗൈഡ് ലൈനിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കോഡ് ചെയ്യണം വിത്ത് മോഡിഫയർ 59. അപ്പോൾ ആൻസർ വരുന്നത് 37244 75600 ടു മോഡിഫയർ 59. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 37244 എന്തിനാണ് ആഡ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് ആർട്ടറി ആണോ, വെയിൻ ആണോ, ലിംഫാറ്റിക് ആണോ ഒന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡ് എന്ന് പറയുന്നുണ്ട്. ബ്ലീഡിങ് വരണമെങ്കിൽ വെയിൻ കട്ട് ചെയ്താലും ബ്ലീഡിങ് വരും, ആർട്ടറി കട്ട് ചെയ്താലും ബ്ലീഡിങ് വരും, ലിംഫാറ്റിക് കട്ട് ചെയ്താലും ബ്ലീഡിങ് വരത്തില്ല, എന്നാലും ബ്ലീഡ് ആവും. ഓക്കെ, എന്തോ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇതാണ് സംഗതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇത് ആക്ച്വലി ഇങ്ങനെ പരീക്ഷയ്ക്ക് മീൻസ് എക്സാമിന് ചോദിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമുക്കിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രഫിയും 59 മോഡിഫയർ ആണ് ഈ പ്രൊസീജിയറിൽ ചെയ്താൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോഡാണ് 37241. ദാറ്റ് ഈസ് കോഡ് 37241 ഈസ് യൂസ്ഡ് ഫോർ എൻഡോവാസ്കുലർ എംബോളൈസേഷൻ ഓർ ഒക്ലൂഷൻ ഓഫ് വീനസ് കണ്ടീഷൻ എക്സ്ക്ലൂഡിംഗ് ഹെമറേജ് ഓർ
hemodialysis success, such as venous malformations, capillary hemangiomas, varicocele, and visceral varices. For embolization of side branches in hemodialysis access, use code 36909. അതായത് 37241 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്ഥലം വീനസ് കണ്ടീഷൻസ് ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെമറേജോ ഹീമോഡയാലിസിസ് ആക്സസ് പ്രൊസീജിയറിലോ ബ്ലീഡിങ്ങോ സംഭവം വന്നു കഴിഞ്ഞാൽ, എംബോളൈസേഷൻ പ്രൊസീജിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഹീമോഡയാലിസിസ് പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവിടെ നിന്നാണ് കോഡ് ചെയ്യേണ്ടത്. ഹീമോഡയാലിസിസിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് നമ്മൾ പഠിച്ചായിരുന്നു, അവിടെ നിന്നാണ് കോഡ് അസൈൻ ചെയ്യുന്നത്. ഇനി 37241 കൊടുക്കേണ്ട കണ്ടീഷൻസ് ഇവിടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. വീനസ് മാൽഫോർമേഷൻ, കാപ്പിലറി ഹെമാൻജിയോമ, വെരിക്കോസീൽ ആൻഡ് വിസറൽ വാരിസസ്, ഇതിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഹീമോഡയാലിസിസിൻ്റെ സൈഡ് ബ്രാഞ്ചസിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്താൽ 36909 ആണ് കൊടുക്കുന്നത്. ഹീമോഡയാലിസിസ് പ്രൊസീജിയേഴ്സിൻ്റെ അണ്ടറിലാണ് ഈ കോഡ് കിടക്കുന്നത്, അവിടെ നിന്ന് ഇതാണ് കൊടുക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡയാലിസിസ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്താൽ ഇവിടെ നിന്ന് കോഡ് കൊടുക്കരുത്. 37241 സ്പെഷ്യലി കൊടുക്കരുത്. ഇവിടെ നിന്ന് കൊടുക്കണം ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ഡയാലിസിസ് സർക്യൂട്ട്, അവിടെ നിന്നൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോഡ് അസൈൻ ചെയ്യാൻ. ഇവിടെ നിന്ന് ഒരിക്കലും ഡയാലിസിസോ ഡയാലിസിസിൻ്റെ സൈഡ് ബ്രാഞ്ചസിലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് കൊടുക്കരുത്. എവിടെ നിന്ന് കൊടുക്കുക, അതിന് സെപ്പറേറ്റ് കോഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അവിടെ നിന്ന് കോഡ് അസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവിടെ കോഡ് 37241 കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു നോക്കാം. എ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് ഡയഗ്നോസിസ് ഓഫ് വെരിക്കോസീൽ ഇൻ ദ റൈറ്റ് സ്ക്രോട്ടൽ വെയിൻ and the physician performs an endovascular embolization of the venous malformation. The procedure does not involve any hemorrhage or hemodialysis success. Which CPT code should be reported for the endovascular embolization of the varicocele? അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി കണ്ടീഷൻ വെരിക്കോസീലിന് ഇതുപോലെ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്താൽ 37241 എന്നുള്ള കോഡാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. ഞാൻ റാഷണൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ റാഷണൽ പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയുന്നില്ല. അപ്പോൾ മീൻസ് ഈ ക്വസ്റ്റ്യനിലെ മീനിങ്ങും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വെരിക്കോസീലാണ് എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ഹെമറേജ് ഓർ ഹീമോഡയാലിസിസ് ആക്സസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കോഡ് അസൈൻ ചെയ്തു 37241. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യം. കണ്ടീഷൻസ് നമ്മുടെ കോഡ് ബുക്കിൻ്റെ അകത്തുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗൈഡ് ലൈൻ നോക്കാം. കോഡ് 37242 ഈസ് യൂസ്ഡ് ഫോർ ആർട്ടീരിയൽ എംബോളൈസേഷൻ ഓർ ഒക്ലൂഷൻ എക്സ്ക്ലൂഡിംഗ് ഹെമറേജ് ഓർ ട്യൂമേഴ്സ് ടു ട്രീറ്റ് കണ്ടീഷൻസ് ലൈക്ക് AV മാൽഫോർമേഷൻ, ഫിസ്റ്റുല, അനൂറിസം ആൻഡ് സ്യൂഡോ അനൂറിസം. ട്യൂമർ എംബോളൈസേഷൻ is reported with 37243 and extremity pseudo aneurysm injection with 36002. If embolization is performed prior to another procedure, that is example left gastric artery embolization before hepatic artery chemo port placement, report 37242. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് 37242 നിങ്ങൾ ജസ്റ്റ് കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചെറുതായിട്ടൊന്ന് പറഞ്ഞാലും അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 37242 കൊടുക്കുന്നത് ആർട്ടീരിയൽ എംബോളൈസേഷൻ ഓർ ഒക്ലൂഷൻ ടു ട്രീറ്റ് കണ്ടീഷൻസ് ലൈക്ക് AV മാൽഫോർമേഷൻ, ഫിസ്റ്റുല, അനൂറിസം ആൻഡ് സ്യൂഡോ അനൂറിസം. അതായത് അതുപോലെ തന്നെയാണ് പാരന്തറ്റിക്കൽ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, എക്സ്ക്ലൂഡിങ് ഹെമറേജ് ഓർ ട്യൂമർ. അതായത് ഹെമറേജിനോ ട്യൂമറിനോ വേണ്ടിയിട്ട് നിങ്ങൾ 37242 കൊടുക്കരുത്. അതിന് കൊടുക്കേണ്ട കോഡ് 37243 ആണ്. 37242 കൊടുക്കുന്നത് കണ്ടീഷൻസിനാണ് AV മാൽഫോർമേഷൻ, ഫിസ്റ്റുല, അനൂറിസം, സ്യൂഡോ അനൂറിസം. ട്യൂമറിന് വേണ്ടിയിട്ടാണെങ്കിൽ 37243 ആൻഡ് എക്സ്ട്രിമിറ്റി സ്യൂഡോ അനൂറിസം ഇഞ്ചക്ഷൻ ആണെങ്കിൽ 36002. കാരണം സ്യൂഡോ അനൂറിസത്തിന് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ 36002 എന്നുള്ള കോഡ് അഡീഷണലി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. രണ്ട് കോഡുകൾ എടുത്ത് നോക്കുക, 37242ഉം 37243. 37242 ട്യൂമറിന് വേണ്ടിയിട്ടല്ല, പക്ഷേ 37243 ട്യൂമറിന് വേണ്ടിയിട്ടാണ്. 37242 ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് AV മാൽഫോർമേഷൻ, ഫിസ്റ്റുല, അനൂറിസം ആൻഡ് സ്യൂഡോ അനൂറിസത്തിനാണ് അത് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ട്യൂമർ എംബോളൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ 37243 ആണ്. എക്സ്ട്രിമിറ്റി സ്യൂഡോ അനൂറിസം ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ 36002 എന്നുള്ള കോഡ് നമ്മൾ അസൈൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ദെൻ ഇഫ് എംബോളൈസേഷൻ ഇസ് പെർഫോംഡ് പ്രയർ ടു അനദർ പ്രൊസീജിയർ, അതായത് നമ്മൾ ഒരു എംബോളൈസേഷൻ പ്രൊസീജിയർ ഒരു പ്രൊസീജിയറിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 37242 റിപ്പോർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, പക്ഷേ എന്തോ അവർ നമുക്ക് കോഡായിട്ട് തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
അതായത് ഒരു ഹെപ്പാറ്റിക് ആർട്ടറി കീമോ പോർട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ അവരൊരു ഗ്യാസ്ട്രിക് ആർട്ടറി എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്തു. ഗ്യാസ്ട്രിക് ആർട്ടറി പറയുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ട കോഡ് 37242 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെപ്പാറ്റിക് ആർട്ടറി കീമോ പോർട്ട് പ്ലേസ്മെൻറ്റിൻ്റെ കോഡും കൂടെ നമ്മൾ അഡീഷണലായിട്ട് കോഡ് ചെയ്യും അല്ലേ. ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. നമുക്ക് 37242ഉം 37243. 37242 കൊടുക്കുന്നത് കണ്ടീഷൻസ് ആയിട്ടുള്ള AV മാൽഫോർമേഷനോ ഫിസ്റ്റുലോ അനോറിസോ സ്യൂഡോ അനോറിസത്തിനാണ്. 37243 കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ഫോർ ട്യൂമേഴ്സ്. അവിടെ 2 ആർട്ടറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കോഡ് അസൈൻ ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യം, നിങ്ങൾ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യം പോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കോഡ് ബുക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ സംഗതി. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആൻജിയോഗ്രാഫി എന്നല്ല ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതും കൊടുത്തിട്ട് മോഡിഫയർ എന്തെടുക്കണം, 59 കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ സ്യൂഡോ അനോറിസം ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് 36002 എന്നുള്ള കോഡും കൂടെ അഡീഷണലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. A patient with a left gastric artery aneurysm is scheduled to undergo procedures to implant a hepatic artery chemotherapy port. Before the port implantation, the physician performs embolization of the left gastric artery to prevent blood flow to the aneurysm. What CPT code should be reported for the left gastric artery embolization performed prior to the hepatic artery chemotherapy port implantation? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആക്കി തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് 37242. അതായത് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എംബോളൈസേഷൻ പ്രൊസീജിയറിൻ്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി എംബോളൈസേഷൻ പെർഫോംഡ്. അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പ്രയർ ടു ദ ഹെപ്പാറ്റിക് ആർട്ടറി കീമോ പോർട്ട് ഇംപ്ലാന്റേഷൻ. ആ പോർട്ട് ഇംപ്ലാന്റേഷൻ്റെ കോഡ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 37242 എന്നുള്ള കോഡ് മാത്രം നമ്മൾ അസൈൻ ചെയ്തത്. സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ആർട്ടറിയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ സംഗതി. അപ്പം ആൻസർ വരുന്നത് 37242. സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. അടുത്തത് 37243. ഓൾറെഡി നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് കോഡ് 37243 is used for embolization to ablate tissue or cause organ infection or ischemia such as for tumors in the liver, kidney or uterus. If chemotherapy or radioisotope, example yttrium-90 is used to report additional code 96420 and 794445. Uterine fibroid embolization also reported with 37243. അതായത് ഇവിടെ ട്യൂമർ ആണെന്ന് വിചാരിക്കുക. ട്യൂമർ എന്ന് പറയുമ്പം ക്യാൻസർ ആണെന്ന് ഒരിക്കലും മീൻസ് ക്യാൻസർ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാലിഗ്നൻറ്റും ഉണ്ട്, ബിനൈനും ഉണ്ട്, ബിനൈൻ ട്യൂമേഴ്സും ഉണ്ട്. എങ്ങനെയായാലും ട്യൂമറിന് വേണ്ടിയിട്ട് എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ 37243 കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ ഐസോട്ടോപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ കോഡായിട്ടുള്ള എന്ത് കൊടുക്കണം, കീമോതെറാപ്പിയുടെ കോഡും അല്ലെങ്കിൽ ഈ റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ള 79445 എന്നുള്ള റേഡിയോ തെറാപ്പി കോഡ്സുകൾ നമ്മൾ റേഡിയോളജി ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അവിടെ എത്രയാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അസൈൻ ചെയ്യണം. നമ്മൾ എന്തായാലും ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യും. പക്ഷേ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയറിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡീഷണലി കോഡ് ചെയ്യണം. ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ അതൊരു മാലിഗ്നൻ കണ്ടീഷൻ അല്ല, ബിനൈൻ കണ്ടീഷനാണ്. അതൊരു ബിനൈൻ നിയോപ്ലാസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ് 37243 എന്നുള്ള കോഡാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് കോഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ പേഷ്യൻ്റ് ഈസ് അണ്ടർഗോയിങ് എംബോളൈസേഷൻ ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡ് ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ. ഫിസിഷ്യൻ യൂസസ് എ കീമോതെറാപ്പി ഏജന്റ് ടു ട്രീറ്റ് ദ ഫൈബ്രോയിഡ്. വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ആൻഡ് വാട്ട് അഡീഷണൽ CPT കോഡ് ഷുഡ് ബി യൂസ്ഡ് ഡ്യൂ ടു കീമോതെറാപ്പി ഏജൻറ്റ്. അപ്പോൾ ഇവിടെ കീമോതെറാപ്പി ഏജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഡ് അസൈൻ ചെയ്യുന്നത് 37243 ആൻഡ് കീമോതെറാപ്പിയുടെ കോഡായിട്ടുള്ള 96420. ഈ 96420 ഒക്കെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാത്തത് നമ്മൾ മെഡിസിനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു സംഗതി ഓർത്തിരിക്കുക, ട്യൂമറിൻ്റെ കേസ് വരുമ്പം ട്യൂമറിൻ്റെ കേസ് വരുമ്പം റേഡിയോ ഐസോട്ടോപ്പാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കീമോതെറാപ്പിയാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒറ്റ കോഡ് മാത്രം കൊടുത്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് അഡീഷണലി കീമോയോ റേഡിയോ ഐസോട്ടോപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 96420 കീമോതെറാപ്പിക്കും റേഡിയോ ഐസോട്ടോപ്പ് ആണെങ്കിൽ 79445 എന്നുള്ള കോഡ് നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും. കാരണം ട്യൂമറിനെ നശിപ്പിച്ച് കളയണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ, അതായത് കീമോ ആണോ റേഡിയോ ഐസോട്ടോപ്പോ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, മനസ്സിലാക്കി വയ്ക്കുക.
ക്വസ്റ്റ്യനിൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡാണ് പറയുന്നത്. അവിടെ കീമോതെറാപ്പി ഏജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയറിൻ്റെ കോഡായിട്ടുള്ള 37243 കൊടുക്കണം. റേഡിയോ കീമോതെറാപ്പിയുടെ കോഡായിട്ടുള്ള 96420 കൂടെ നമ്മൾ അഡീഷണലി അസൈൻ ചെയ്യണം. അപ്പം ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോഡ് 37244 is used for embolization to treat hemorrhage or vascular or lymphatic extravasation such as gastrointestinal bleeding, trauma-induced hemorrhage, chylous effusion, bronchial artery embolization for hemolysis, uterine artery embolization for postpartum hemorrhage. അപ്പോൾ 37244 നമ്മൾ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ പോസ്റ്റ്പാർട്ടം ഹെമറേജിൽ ചെയ്യുകയാണെങ്കിൽ 37244 എന്നാണ് കൊടുക്കുന്നത്. ഒരു എക്സെപ്ഷനാണ്, ഓർത്തിരിക്കുക. ആർട്ടറി എന്ന് കേട്ടിട്ട് 37243 എന്നുള്ള കോഡ് 37242 എന്നുള്ള കോഡ് നിങ്ങൾ അസൈൻ ചെയ്യരുത്. നമുക്ക് സ്പെസിഫിക്കലി പറയുന്നുണ്ട് പോസ്റ്റ്പാർട്ടം ഹെമറേജിന് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 37244 എന്നുള്ള കോഡാണ് അസൈൻ ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് പോസ്റ്റ്പാർട്ടം ഹെമറേജ് റിക്വയർസ് എംബോളൈസേഷൻ ഫോർ യൂട്രൈൻ ആർട്ടറീസ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദ എംബോളൈസേഷൻ പ്രൊസീജിയർ ടു ട്രീറ്റ് ദ പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസിലൊന്നും പ്രൊസീജിയർ എങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇന്ന പ്രൊസീജിയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ സംഭവം ഇന്ന പ്രൊസീജിയർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം നമ്മൾ ആ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 5ാമത്തെ ഗൈഡ് ലൈനായി ഈ 5 ഗൈഡ് ലൈനിൽ ഒരേ കാര്യം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ പ്രൊസീജിയർ ഡൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ പ്രൊസീജിയറാണ് ചെയ്തേക്കുന്നത്, പോസ്റ്റ്പാർട്ടം ഹെമറേജ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 37244 എന്നുള്ള കോഡാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. അപ്പം ഏകദേശം കോഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത്, intravascular stent both covered and uncovered may be used in embolization procedure, potentially overlapping with the stent and embolization code. If a stent support coil deployment, example aneurysm embolization, report embolization code. If a stent alone treat an aneurysm, pseudoaneurysm or vascular extravasation, report the stent code instead. അതായത് ഈ സ്റ്റെൻറ്റ് ഇടുമ്പോൾ അതിൽ എന്ത് പറയുകയാണെന്ന് എംബോളൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിയൽ എംബോളൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെൻറ്റ് ഇടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് കോഡ് അസൈൻ ചെയ്യുന്നത്. സ്റ്റെൻറ്റ് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ടെന്ന് പറയുന്നതെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു അനൂറിസം, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ പറഞ്ഞു അനൂറിസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അനൂറിസം വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതിലൊരു പോയിൻ്റാണ് നമ്മൾ ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. ഇപ്പോൾ അനൂറിസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെൻറ്റ് മാത്രം ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റെൻറ്റ് ഇൻസേർഷൻ്റെ കോഡ് പല സ്ഥലങ്ങളിലും പഠിച്ചു, അവിടെ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണോ അത് അസൈൻ ചെയ്യാം. പക്ഷേ അവർ പറയുകയാണ് ഇതൊരു അനൂറിസം എംബോളൈസേഷന് വേണ്ടിയിട്ട് സ്റ്റെൻറ്റ് ഇടുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോഡ് കൊടുക്കേണ്ടത് ഈ എംബോളൈസേഷൻ കോഡാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏകദേശം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത്, എ പേഷ്യൻറ്റ് വിത്ത് ലാർജ് അബ്ഡോമിനൽ അനൂറിസം അണ്ടർഗോ എംബോളൈസേഷൻ പ്രൊസീജിയർ. ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ എ കവേർഡ് ഇൻട്രാവാസ്കുലർ സ്റ്റെൻറ്റ് ഈസ് പ്ലേസ്ഡ് ടു സപ്പോർട്ട് ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എംബോളൈസേഷൻ കോയിൽസ് ടു ട്രീറ്റ് ദ അനൂറിസം. What CPT code should be reported for the embolization procedure in patient given that covered stent was placed to support the coil deployment? അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലായി കാണും, അതായത് കോയിൽ യൂസ് ചെയ്തിട്ടാണ് പ്രൊസീജിയർ ചെയ്തേക്കുന്നത്. അതായത് കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ എംബോളൈസേഷൻ ആൻഡ് ഒക്ലൂഷൻ പ്രൊസീജിയറാണ് ചെയ്തേക്കുന്നത്. ഈ കോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റെൻറ്റ് ഇട്ടേക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ സ്റ്റെൻറ്റ് മീൻസ് ആ ഒരു കോയിൽ നമ്മൾ തുടക്കത്തിൽ പിക്ചർ കാണും. അതിൽ ഒരു അനൂറിസം ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ നൂല് പോലെ കുറേ സാധനം ചുറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കോയിൽ അവിടെ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാനും അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സ്റ്റെൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി സ്റ്റെൻറ്റ് മാത്രമല്ല ഇട്ടേക്കുന്നത്, എംബോളൈസേഷൻ പ്രൊസീജിയറിന് വേണ്ടിയുള്ള കാര്യമാണ് അവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റെൻറ്റിൻ്റെ കോഡ് നമുക്ക് കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. എന്ത് മാത്രം കൊടുത്താൽ മതി, ആ ഒരു എംബോളൈസേഷൻ പ്രൊസീജിയറിൻ്റെ കോഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ഒരു ഇൻട്രാവാസ്കുലർ സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അനൂറിസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനൂറിസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്തതെന്നുള്ള ഒരു റീസണിലാണ് നമ്മൾ 37243 എന്നുള്ള കോഡ് നമ്മളിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്ക് മനസ്സിലാക്കിയിട്ട് വേണം കോഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ അസൈൻ ചെയ്യാൻ. അപ്പോൾ ശരിക്ക് കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യം നോക്കി. അപ്പം പുതിയതായിട്ടൊരു ടോപ്പിക് ഇവിടെ ഒന്നാണ് സ്റ്റെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്. അപ്പോൾ സ്റ്റെൻറ്റ് ഇതിനു വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ എംബോളൈസേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കോഡ്സ് അസൈൻ ചെയ്യാൻ. 7ാമത്തെ ഗൈഡിലെ നമുക്ക് നോക്കാം. റിപ്പോർട്ട് ഓൺലി വൺ എംബോളൈസേഷൻ കോഡ് പെർ സർജിക്കൽ ഫീൽഡ് ഫോർ എംബോളൈസേഷൻ ഇൻ മൾട്ടിപ്പിൾ ഫീൽഡ് ഡ്യൂറിങ് എ സിംഗിൾ സെഷൻ
എക്സാമ്പിൾ പെൽവിക് ആൻഡ് സ്പ്ലെനിക് ബ്ലീഡിംഗ് യൂസ് മൾട്ടിപ്പിൾ കോഡ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡിഫയർ ദാറ്റ് ഈസ് എക്സാമ്പിൾ മോഡിഫയർ 15A. അതായത് നമ്മൾ ഒരു എംബോളൈസേഷൻ പ്രൊസീജിയർ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒറ്റ കൂടെ കൊടുക്കാറുള്ളൂ. ഇനി മൾട്ടിപ്പിൾ ഫീൽഡിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സിംഗിൾ സെഷൻ ഒരു സമയത്ത് 2 സ്ഥലത്താണ് ഈ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ 2 കോഡ് കൊടുക്കുക, അതിൽ ഒരെണ്ണം മോഡിഫയർ 59 കൊടുക്കുക. ആക്ച്വലി എനിക്ക് എപ്പോഴും ഈ കോയിൽ എംബോളൈസേഷൻ പ്രൊസീജിയർ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. കാരണം ആ ഒരു പ്രൊസീജിയറാണ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കോയിൽ എംബോളൈസേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അനൂറിസത്തിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പോയിൻ്റ് ഒന്ന് മനസ്സിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എങ്കിലും പറയുകയാണ്, ഇവിടെ എംബോളൈസേഷൻ പ്രൊസീജിയർ നമ്മൾ ഒരു സമയത്ത് ഒരു ഫീൽഡിൽ അതായത് ഒരു സൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒറ്റ കൂടെ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഡിഫറെൻറ്റ് സൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സെഷനിൽ, അതായത് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ സൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 കോഡ് കൊടുക്കുക, അതിൽ മോഡിഫയർ 59 കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ പേഷ്യൻറ്റ് പ്രസൻസ് വിത്ത് എ ബ്ലീഡിംഗ് ഫ്രം ബോത്ത് ദ പെൽവിസ് ആൻഡ് സ്പ്ലീൻ ഫോളോയിങ് ട്രോമ ഡ്യൂറിംഗ് ദ സെയിം സെഷൻ ദ ഫിസിഷ്യൻ പെർഫോംസ് എംബോളൈസേഷൻ പ്രൊസീജിയേഴ്സ് ഇൻ ബോത്ത് പെൽവിക് ആൻഡ് സ്പ്ലെനിക് റീജിയൻ. വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ എംബോളൈസേഷൻ പെർഫോംഡ് ഇൻ ബോത്ത് ദ പെൽവിക് ആൻഡ് സ്പ്ലെനിക് റീജിയൻസ് ഡ്യൂറിംഗ് ദ സെയിം സെഷൻ ആൻഡ് ഷുഡ് എനി മോഡിഫയർ ബി യൂസ്ഡ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പേഷ്യൻറ്റിന് സ്പ്ലെനിക്കിലും പെൽവിസിലും എന്തുണ്ട്, ട്രോമയാണ്, അവിടെ എന്ത് ബ്ലീഡിംഗ് ആയി, ഫിസിഷ്യൻ എന്ത് ചെയ്തു, പെൽവിക്കിലും സ്പ്ലെനിക് റീജിയൻസിലും എന്ത് ചെയ്തു, അവിടെ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്, എന്തെങ്കിലും മോഡിഫയർ ആഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, റാഷണൽ എന്തായാലും ഞാൻ പറയുന്നില്ല, ഡിസ്കസ് ചെയ്ത പോലെ ഒരു സമയത്ത് 2 സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോഡ് കൊടുക്കുക, എന്നിട്ട് മോഡിഫയർ 59 ആഡ് ചെയ്യുക. അല്ലേ, സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ ഫൈനൽ ഗൈഡ് ലൈൻ, യൂസ് ദ കോഡ് ഫോർ ഇമ്മീഡിയറ്റ് ഇൻഡിക്കേഷൻ ഫോർ എംബോളൈസേഷൻ. ഫോർ എക്സാമ്പിൾ, റിപ്പോർട്ട് 37244 ഫോർ ബ്ലീഡിംഗ് ഇൻ എ പേഷ്യൻ വിത്ത് ആൻ അന്യൂറിസം. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അന്യൂറിസത്തിന് ബ്ലീഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോഡ് 37244. ജസ്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഡിക്കേഷൻ നോക്കുക, അതായത് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് നോക്കുക, എവിടെയാണ് ചെയ്തതെന്ന് നോക്കുക, എന്തിനാണ് ചെയ്തതെന്ന് നോക്കുക, കോഡ് അസൈൻ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പേഷ്യൻറ്റ് വിത്ത് ഡയഗ്നോസ്ഡ് അബ്ഡോമിനൽ അന്യൂറിസംസ് പ്രസൻറ്റ് വിത്ത് ആക്റ്റീവ് ബ്ലീഡിംഗ്, ദ ഫിസിഷ്യൻ പെർഫോംസ് ആൻ എംബോളൈസേഷൻ ടു കൺട്രോൾ ദ ഹെമറേജ്. വാട്ട് CPT കോഡ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഫോർ ദ എംബോളൈസേഷൻ പ്രൊസീജിയർ പെർഫോംഡ് ഇൻ ദിസ് പേഷ്യൻറ്റ് വിത്ത് ആൻ അന്യൂറിസം ആൻഡ് ബ്ലീഡിംഗ്. അങ്ങനെയാണ് കൊടുക്കേണ്ട കോഡ് 37244. അപ്പം ഇങ്ങനെ ബേസ് ചെയ്തിട്ട് കോഡ്സൊക്കെ അസൈൻ ചെയ്യുക. അനൂറിസത്തിൻ്റെ ഇതിനാണെങ്കിൽ കൊടുക്കുക 37244, 37241, 242, 243, 244. 4 എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, എങ്ങനെയൊക്കെയാണ് അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നായിരുന്നു. 37244 കൊടുക്കുമ്പോൾ വേറൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് പോസ്റ്റ്മോർട്ടം യൂട്രൈൻ ബ്ലീഡിംഗ് ആർട്ടറി കേട്ടോ, യൂട്രൈൻ ആർട്ടറി പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ്ങിൽ യൂട്രൈൻ ആർട്ടറിയെ എംബോളൈസേഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും 37244 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4 കോഡിൽ നമ്മൾ 8 ഗൈഡ് ലൈൻ പഠിച്ചു അല്ലേ. അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി കോഡ് ചെയ്യുക. സംഭവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, എളുപ്പമാണല്ലേ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കോഡ്സൊക്കെ നിങ്ങൾ അസൈൻ ചെയ്യാം. ഓക്കെ.